നവംബർ 14 ഇന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനമാണിന്ന്. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ശിശുദിനമായി ആചരിക്കുന്നത്. ചാച്ചാജി എന്ന് കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന നെഹ്റുവിന്റെ വാക്കുകളിൽ കുട്ടികളെപ്പറ്റി പറയുമ്പോൾ ആത്മാർത്ഥതയും സ്നേഹവും വാത്സല്യവും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ മുകുളങ്ങൾ പോലെയാണ്. അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തണം. കാരണം അവർ രാജ്യത്തിന്റെ ഭാവിയും നാളത്തെ പൗരന്മാരുമാണ്. കുട്ടികൾക്ക് നൽകുന്ന ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിന്റെ മെച്ചപ്പെട്ട ക്രമം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നാണ് നെഹ്റു പറഞ്ഞിരുന്നത്. കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ദോഷകരമായി ബാധിക്കുന്നതെന്തും രാജ്യത്തെയും ബാധിക്കുമെന്നായിരുന്നു നെഹ്റുവിന്റെ പക്ഷം. ജാതിമത വേർതിരിവുകളില്ലാത്ത പരസ്പര സ്നേഹത്തിൽ കെട്ടുപടുക്കേണ്ടതാണ് കുട്ടികൾക്കിടയിലെ സൗഹൃദമെന്ന് നെഹ്റു വിശ്വസിച്ചു. കുട്ടികളുടെ ക്ഷേമത്തിനായി അദ്ദേഹം സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ശാസ്ത്രീയ അറിവിൽ നെഹ്റു വിശ്വസിക്കുകയും എല്ലാ പഠനങ്ങളും യുക്തിയെ അടിസ്ഥാനമാക്കി വേണമെന്ന് ശഠിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകാനുള്ള തീരുമാനമെടുത്തത് നെഹ്റുവിന്റെ കാലത്താണ്. IIT-കൾ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നിവയെല്ലാം തന്നെ നെഹ്റുവിന്റെ കാലത്താണ് യാഥാർത്ഥ്യമായത്. തകർന്ന കുടുംബ ബന്ധങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയുമെല്ലാം പുതിയ ഇന്ത്യയിൽ കുട്ടികളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. 1 കോടിയിൽ പരം കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ബാലവേല ചെയ്യുന്നുണ്ടെന്നാണ് യൂണിസെഫിന്റെ കണക്കുകൾ. കൂടാതെ വർദ്ധിച്ചു വരുന്ന കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗവും നമ്മുടെ ഭാവി തലമുറയ്ക്ക് വെല്ലുവിളിയാവുകയാണ്. ഇതിനെ ശക്തമായി പ്രതിരോധിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ശിശുദിനത്തിലെ നമ്മുടെ പ്രതിജ്ഞയും അതുതന്നെയാകട്ടെ. നെഹ്റുവിനോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല മറ്റൊരു മാർഗമില്ലെന്ന് തന്നെ പറയാം.